മധ്യപൂർവ്വ ദേശത്ത് ഇറാനെതിരായ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പിന്നാലെ തന്നെ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ മിഡ്മാൻ 3 പരീക്ഷിച്ച് US. ലോകാവസാന മിസൈൽ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട്. ഹിരോഷിമയിലിട്ട അണുബോംബിനേക്കാളും 20 ഇരട്ടിയാണ് ഇതിന്റെ പ്രഹരശേഷി എന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കാലിഫോർണിയയിലെ വണ്ടൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നും മിഡ്മാൻ 3 എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് പരീക്ഷിച്ചത്. അതേസമയം മിസൈൽ പരീക്ഷിച്ചതും നിലവിലെ സംഘർഷവുമായി ബന്ധമില്ലെന്നും മുൻ നിശ്ചയിച്ചത് പ്രകാരമാണ് പരീക്ഷണം നടത്തിയതെന്നുമാണ് US സ്പേസ് ഫോഴ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. 1000-ലേറെ മിസൈൽ സഞ്ചരിച്ച മിസൈൽ മാർഷൽ ഐലൻഡിലെ നിശ്ചിത ലക്ഷ്യത്തിലെത്തിയെന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. മിസൈൽ സംവിധാനത്തിലെ ഘടകങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ GT-255 സഹായിച്ചുവെന്ന് 576ാം ഫ്ലൈറ്റ് ടെസ്റ്റ് സ്ക്വാഡ്രൺ കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ കാരിയറെ വ്യക്തമാക്കി. മിസൈലിന്റെ ആക്രമണം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ആയുധ ശേഖരണത്തിൽ നിർണായക മുതൽക്കൂട്ടാകും മിഡ്മാൻ 3. മണിക്കൂറിൽ 15000 മൈൽ എന്ന വേഗത്തിൽ സഞ്ചരിക്കാൻ മിഡ്മാന് ശേഷിയുണ്ട്. അതായത് ഭൂഖണ്ഡം കടന്നെത്തിയും ശത്രുവിനെ തകർക്കാൻ കഴിവുണ്ടെന്ന ചുരുക്കം. ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വിലയിരുത്തലായിരുന്നു ചൊവ്വാഴ്ചത്തെ പരീക്ഷണമെന്നും കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും US സ്പേസ് ഫോഴ്സിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നവംബറിൽ മിഡ്മാൻ 3 US നേരത്തെ പരീക്ഷിച്ചിരുന്നു. ഇത് വീണ്ടും ആവർത്തിച്ചതോടുകൂടി അമേരിക്കയുടെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചയും സജീവമായിട്ടുണ്ട്. ലോകാവസാന മിസൈൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അമേരിക്കയുടെ ആണവ ആയുധപൂരയിലെ ഏറ്റവും വിനാശകാരിയായ ആയുധമാണ് മിഡ്മാൻ 3. ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇതിന്റെ പ്രഹരശേഷി. ഖര ഇന്ധനമാണ് മിഡ്മാന്റെ മറ്റൊരു കരുത്ത്. ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവും മിഡ്മാനെ കരുത്തനാക്കുന്നുണ്ട്. അതേസമയം ടോർപിഡോ ആക്രമണത്തിലൂടെ അമേരിക്ക മുക്കിക്കളഞ്ഞ ഇറാന്റെ യുദ്ധക്കപ്പൽ IRIS ഡേനയെ രക്ഷിക്കാൻ ഇന്ത്യൻ നേവി വിമാനങ്ങളും കപ്പലുകളും അയച്ചിരുന്നുവെന്നും തിരിച്ചലിന് രക്ഷാപ്രവർത്തനത്തിനും എത്തിയിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. വിശാഖപട്ടണത്ത് വെച്ച് നടന്ന സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടയിലാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക ആക്രമിച്ചതും 87 നാവികർ കൊല്ലപ്പെട്ടതും. ബുധനാഴ്ച 10 മണിയോടെ നേവിയുടെ ദീർഘദൂര മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് P-81 തെരച്ചിൽ നടത്തിയിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയിരുന്നുവെന്നും നേവിയുടെ പ്രസ്താവനയിൽ പറയുന്നു. വിമാനത്തിൽ നിന്ന് ഇട്ടുകൊടുക്കാൻ പാകത്തിൽ ലൈഫ് റാഫ്റ്റുകൾ സഹിതമാണ് ഇന്ത്യൻ സംഘം എത്തിയതെന്നും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ INS തരിങ്കിണി വൈകിട്ട് 4 മണിയോടെ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നുവെന്നും എന്നാൽ അപ്പോഴേക്കും ശ്രീലങ്കൻ നേവി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെന്നുമാണ് കുറിപ്പിലുള്ളത്. INS ഇക്ഷാക്കും കൊച്ചിയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയതായി തിരിച്ചുവെന്നും കാണാതായവർക്കായി തെരച്ചിൽ നടത്താൻ ഇപ്പോഴും സ്ഥലത്തുണ്ടെന്നും നേവി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് IRIS ഡേനയിൽ നിന്ന് അടിയന്തര സഹായം തേടി സന്ദേശം എത്തിയതെന്നും വിശദീകരണത്തിൽ പറയുന്നു. ശ്രീലങ്കയുടെ സമുദ്ര അധികാരത്തിൽ വരുന്ന ഗലയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കപ്പൽ സ്ഥിതി ചെയ്തിരുന്നത്. ഇറാന്റെ യുദ്ധക്കപ്പൽ മുഖ്യ വിവരം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്താണ് ഇന്നലെ വെളിപ്പെടുത്തിയത്. 2ാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് US മുക്കിക്കളയുന്നത്. നാവികരെ കൊല ചെയ്ത US നടപടിയിൽ കടുത്ത പ്രതികരണമാണ് ഇറാൻ നടത്തിയത്. പാതകത്തിന് കൈപ്പേറിയ തിരിച്ചടി ട്രംപ് അനുഭവിക്കേണ്ടി വരുമെന്നും 130 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി പ്രതികരിച്ചിരുന്നു.